പുണ്യാത്മാ സെബസ്ത്യാനോസേ ധന്യാത്മാ സഹനത്തിൻ മണിമകുടം നീയേ കനിയേണമേ കനിയേണമേ അനുഗ്രഹദായക പുണ്യാത്മാ സെബസ്ത്യാനോസേ ധന്യാത്മാ സഹനത്തിൻ മണിമകുടം നീയേ കനിയേണമേ കനിയേണമേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ അങ്ങ് ഞങ്ങൾക്കായി നിത്യവും പ്രാർത്ഥിക്കണേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ അങ്ങ് ഞങ്ങൾക്കായി നിത്യവും പ്രാർത്ഥിക്കണേ. ആദികളും വ്യാധികളും അകറ്റുവാനും സന്താനലബ്ധിക്കുമായി കഴിഞ്ഞ അർദ്ധരാത്രി മുതൽ കേരളത്തിന്റെ വിവിധ ഭാഗത്തു നിന്നും നാനാജാതി മതസ്ഥരാണ് പുണ്യമായ നട കയറിപ്പോകുന്ന പാതയിൽ ചാണകം ഒഴുകുന്നത്. അണയുന്നു നിൻ തിരുസവിധത്തിൽ ഞങ്ങൾ ആശ്വാസകിരണങ്ങൾ തൂകണമേ. പരമ്പരാഗത വിശ്വാസത്തിന്റെ ഭാഗമായി നേർച്ച സമർപ്പണമായാണ് ഈ പാതയിലെ ചാണകം ഒഴുകുന്നത്. തൂകണമേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ അങ്ങ് ഞങ്ങൾക്കായി നിത്യവും പ്രാർത്ഥിക്കണേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ അങ്ങ് ഞങ്ങൾക്കായി നിത്യവും പ്രാർത്ഥിക്കണേ. 7:45 പുണ്യവയന്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണം വലിയ പള്ളിയിൽ നിന്നും ചെറിയ പള്ളിയിലേക്ക് ആരംഭിക്കും. വിശ്വസുഖങ്ങൾ നീ കൈവെടിഞ്ഞു വിശ്വാസം കാത്തിടാൻ ജീവൻ ത്യജിച്ചു. വിശ്വസുഖങ്ങൾ നീ കൈവെടിഞ്ഞു വിശ്വാസം കാത്തിടാൻ ജീവൻ ത്യജിച്ചു. സ്വർഗാതിസ്വർഗത്തിൻ പുണ്യവാനായി സംപൂജ്യസ്ഥാനം കൈവരിച്ചു. സ്വർഗാതിസ്വർഗത്തിൻ പുണ്യവാനായി സംപൂജ്യസ്ഥാനം കൈവരിച്ചു. അനുഗ്രഹദായക പുണ്യാത്മാ സെബസ്ത്യാനോസേ ധന്യാത്മാ സഹനത്തിൻ മണിമകുടം നീയേ കനിയേണമേ കനിയേണമേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ അങ്ങ് ഞങ്ങൾക്കായി നിത്യവും പ്രാർത്ഥിക്കണേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ അങ്ങ് ഞങ്ങൾക്കായി നിത്യവും പ്രാർത്ഥിക്കണേ. ശ്വാസകോശ സംബന്ധമായ രോഗം മാറിയ സാക്ഷ്യം പറഞ്ഞുകൊണ്ട് അതിരമ്പുഴക്കാരനായ ഒരു യുവാവിനെ കാണുകയുണ്ടായി. ഞങ്ങളുടെ മകൾക്ക് കുഞ്ഞില്ലായിരുന്നു. നേർച്ച നേർന്ന് നട ചാണകമൊഴുകിയപ്പോൾ കുഞ്ഞുണ്ടായതായി ഓണം യുദ്ധത്തിൽ നിന്നുള്ള ഒരു പിതാവിൻ്റെയും മാതാവിൻ്റെയും സാക്ഷ്യം കേട്ടു. എന്നാൽ വീഡിയോയിൽ വരുവാൻ വൈമുഖ്യമായിരുന്നു അവർക്ക്. വിശുദ്ധ സെബസ്ത്യാനോസേ സന്ധിവാദം വന്ന് വീണു പോയതാ മകളെ. ഞാനിന്ന് എഴുന്നേറ്റ് നിൽക്കുന്നുണ്ടെങ്കിൽ ഈ നേർച്ച നേർന്നത് കൊണ്ടാണ്. എൻ്റെ അച്ഛനെ അറിയുന്ന
എൻ്റെ അച്ഛനെ സ്കൂളിൽ പഠിപ്പിച്ച ഒരു ചേച്ചി സാക്ഷി കൊടുത്തു. തിരുവനന്തപുരത്ത് നിന്നും ഒരു ബസ് നിറയെ ഇന്നലെ തന്നെ ഒരു സംഘം നേർച്ച നിറവേറ്റാൻ വന്നിരുന്നതായി പറഞ്ഞു. ചുമ കാരണം ഉറങ്ങാൻ കഴിയാതിരുന്ന ഒരു അമ്മച്ചി രാത്രിയിൽ കണ്ട സ്വപ്നം പുണ്യാളച്ചന്റെ നടയിൽ ചാണകം മെഴുകണം എന്നായിരുന്നു. അത് അവരുടെ അമ്മ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞുവെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഒട്ടും ചുമയില്ല. ഇങ്ങനെ അനവധി അത്ഭുത സാക്ഷ്യങ്ങളാണ് കേട്ടത്. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്നല്ലേ? ഇവിടുത്തെ അമ്മച്ചിയോ? ആഹാ, അത് ശരി. ആ, ആണല്ലേ. മക്കളുടെ കാര്യങ്ങളൊക്കെ ഇതുപോലെ സാധിക്കും അല്ലേ? നല്ല വിശ്വാസത്തില്ല. പുണ്യാളച്ചൻ നോക്കിക്കോളും. ആ, എന്തായിരുന്നു അസുഖം? അയ്യോ, അതെല്ലാം മാറി. 3 വർഷമായിട്ട് മെഴുകുന്നുണ്ടോ? വെരി ഗുഡ്. ഞാനിങ്ങനെ നോക്കുമായിരുന്നു നമ്മൾ ആരെയും പരിചയക്കാരുണ്ടോ. ഞാൻ ഓർത്ത് ഇവിടെ പുറത്തുനിന്നുള്ളവർ മാത്രമേ ഉള്ളെന്ന് അവർക്ക്. ഇവിടെ ഉള്ളവരും ഉണ്ടല്ലേ? ആ, എല്ലാ കാര്യം. ആയിക്കോട്ടെ, എന്നാ ശരി, എന്നാ താങ്ക് യു. ഞാൻ എന്നെ വഴക്കിട്ടു അമ്മ ഉറക്കത്തിൽ. ഞാൻ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞപ്പോ ചുമ മാറി. അത് ശരി. ഇപ്പൊ ചുമയില്ലേ? വിശുദ്ധ സെബസ്ത്യാനോസേ, ആശ്രിത വത്സലനേ, ആയിരങ്ങൾക്കെന്നും ആശ്വാസമേകാൻ അതിരം പുഴയിൽ വസിപ്പവനേ. വിശുദ്ധ സെബസ്ത്യാനോസേ